ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഇടുക്കിക്കാണ് പോകുന്നത്. ഇടുക്കി, അവിടെ കാൽവരി മൗണ്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. വളരെ മനോഹരമായ സ്ഥലമാണ്. പിന്നെ അവിടെ സെന്റ് ജോർജ് ചർച്ചിൽ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുമെല്ലാം കാണിക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ആ കാഴ്ചകളൊക്കെ കാണാം. വളരെ മനോഹരമായ കാഴ്ചകളാണ്. എല്ലാം ഒന്ന് കാണുക. നമ്മൾ വണ്ടി എടുത്ത് നേരെ മുണ്ടക്കയൊക്കെ കഴിഞ്ഞ് കുട്ടിക്കാനം എടുക്കാറായി. കുട്ടിക്കാനം കയറ്റം ഇങ്ങനെ കയറിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ റോഡ് സൈഡിൽ ഓരോ മരങ്ങൾ കളർ ചേഞ്ച് ചെയ്ത് നിൽക്കുന്നു. പണ്ട് യൂറോപ്പിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെ ഇതുപോലത്തെ മരങ്ങൾ കണ്ട് എനിക്ക് കൊതി തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ നാട്ടിലും ഇതുപോലെ ആയിരുന്നെങ്കിൽ എന്ത് ഭംഗിയായിരുന്നു. ഈ പച്ച മാത്രമേ ഇവിടെ ഉള്ളല്ലോ, ചുവന്നതും മഞ്ഞയും ഒന്നും ഇല്ലല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ അതും നമ്മുടെ നാട്ടിലായിട്ടുണ്ട്. ഈ മരങ്ങളൊക്കെ പൂക്കുമ്പോഴും കളർ വരുമ്പോഴൊക്കെ പല നിറങ്ങളുമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടിക്കാനം കയറ്റം നമ്മൾ കയറിയപ്പോഴാണ് ഈ മരം നമ്മൾ കാണാൻ ഇടയായത്. അതുകൊണ്ട് അവനെ നിർത്തി ഒന്ന് പിടിച്ച് നിങ്ങൾക്ക് കാണിക്കുക. ഇതുപോലത്തെ ഇഷ്ടം പോലെ മരങ്ങൾ ഈ വനത്തിനകത്തുണ്ട്, പല സൈസുണ്ട്. ഇപ്പം യാത്രക്കിടയിൽ ഒത്തിരി ഡിസ്റ്റൻസ് ആണെന്നോർത്ത് ഇതുകൊണ്ട് തന്നെ അങ്ങ് നിർത്തി. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് NH-183 ആണ്. NH-183 എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ KK റോഡ്. വീണ്ടും നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. കുട്ടിക്കാനം എടുക്കാറായി. കുട്ടിക്കാനത്താണ് നമ്മൾ ഫസ്റ്റ് ഒന്ന് ഹോൾട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അതായത് നമ്മളിപ്പം ഈ കാൽവരി മൗണ്ടിന് പോയിട്ട് നമുക്ക് വരാൻ ഒരു 220-230 കിലോമീറ്റർ മതിയെങ്കിലും നമ്മുടെ വണ്ടി അതിന് മേളിൽ ഓടുമെങ്കിലും നമ്മൾ ചുമ്മാ ഒന്ന് ഒരു ടോപ്പപ്പ് ചെയ്യാമെന്നോ. ഇടയ്ക്കൊക്കെ നമ്മളൊരു ഫാസ്റ്റ് ചാർജിങ് ചെയ്യുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട് ഇലക്ട്രിക് വണ്ടികൾക്ക്. അപ്പോൾ നമ്മൾ ഫാസ്റ്റ് ചാർജ് ചെയ്തിട്ട് ഒത്തിരി നാളായി. അപ്പോൾ നമുക്കൊരു ഇടുക്കിക്കാണല്ലോ പോകുന്നത്. എന്തെങ്കിലും ഒരു വഴി മാറി വരികയോ ട്രാഫിക് ബ്ലോക്കോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്താൽ വന്നാൽ നമുക്ക് അങ്ങനെ ഒരു ചാർജിങ് സ്റ്റേഷൻ ഇല്ല എന്ന് ഉണ്ട്. എന്നാലും നമുക്കൊരു കൺഫേം ആയിട്ട് പോകത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ കുട്ടിക്കാനത്ത് നല്ല അടിപൊളി ചാർജിങ് സ്റ്റേഷനുണ്ട്. അവിടെ നിന്ന് ഒന്ന് ചാർജ് ചെയ്തിട്ട് പോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം കുട്ടിക്കാനത്ത് രണ്ട് ഹോട്ടലുണ്ട്. രണ്ട് ഹോട്ടലിലും ചാർജിങ് സ്റ്റേഷനുണ്ട്. അപ്പോൾ എത്ര വണ്ടി കയറി വന്നാൽ ഒരു 5 വണ്ടി വരെയൊക്കെ ഒരേ സമയം ചാർജ് ചെയ്യാനുള്ള സംവിധാനം അവിടെ ഉണ്ട്. അതുകൊണ്ട് കുട്ടിക്കാനത്ത് നിന്ന് ഈസി ആയിട്ട് ചാർജ് ചെയ്തിട്ട് പോയാൽ ആവശ്യത്തിന് നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ചാർജ് കിടന്നോളും. അപ്പോൾ നമുക്കൊരു റിസ്ക്കോ ടെൻഷനോ ഇല്ലാതെ, നമുക്കൊരു റേഞ്ച് ആങ്സൈറ്റി ഇല്ലാതെ നമുക്ക് ഇടുക്കിക്ക് പോയിട്ട് വരാം. അതുകൊണ്ട് അങ്ങോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇപ്പോൾ ഈ റോഡ് സൈഡിലുള്ള മരങ്ങളൊക്കെ പൂക്കുന്ന കാലമാണ്. വേനൽക്കാലം ആയതുകൊണ്ട് മരങ്ങളെല്ലാം പൂക്കുകയും ചെടികളെല്ലാം പൂക്കുകയും എല്ലാം കൊണ്ടും രണ്ട് സൈഡും ഇപ്പോൾ ടൂറ് പോകാൻ പറ്റിയൊരു സമയമാണ്. ഇടുക്കിക്കൊക്കെ എന്തൊരു വൈബാണെന്നറിയാം. ഇപ്പോൾ ഈ കുട്ടിക്കാനത്ത് വന്നപ്പോൾ തന്നെ നല്ല തണുപ്പായി. ഇപ്പോൾ കുട്ടിക്കാനായി ഇത് മിസ്റ്റി മൗണ്ടൻ്റെ ഹോട്ടൽ. നമ്മൾ അതിന് ഓപ്പോസിറ്റുള്ള ഓപ്പൺ കിച്ചൺ എന്ന് പറഞ്ഞിടത്താണ് നമ്മൾ കയറുന്നത്. അവിടെയാണ് നമ്മുടെ ഗോ ഈസിയുടെ ചാർജിങ് സ്റ്റേഷൻ ഇരിക്കുന്നത്. എനിക്ക് എപ്പോഴും ഗോ ഈസി വളരെ ഇഷ്ടമാണ്. അവർ റേറ്റ് ഒരിച്ചിരി മറ്റേ ഈ ഗവൺമെൻറ്റിൻ്റെ KCBയുടെ വെച്ച് നോക്കുമ്പോൾ റേറ്റ് ചിലപ്പോൾ സ്വല്പം കൂടുതലാണെങ്കിലും KCBയുടെ അത്ര ഒന്നും ഒരു ചടങ്ങില്ല ഇത് ചാർജ് ചെയ്യാൻ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. നമ്മളിത് കുത്തിയതിന് ശേഷം നമ്മുടെ സ്കാനർ എടുത്ത്, അതായത് ഇവരുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് സ്കാനർ എടുത്ത് അവിടുത്തെ സ്കാനർ നമ്മൾ സ്കാൻ ചെയ്യുക. അതാണ് ചെയ്യുന്നത്. അതായത് കൊണ്ട് നമ്മുടെ ഫോൺ എടുത്ത് നമ്മൾ അവിടെ ആ മെഷീനെ കണ്ട ഒരു QR കോഡ് ഒട്ടിച്ചിട്ടുണ്ട്. ആ QR കോഡ് നമ്മൾ ഈ സ്കാൻ ചെയ്യണം. അതായത് ഗോ ഈസിയുടെ ആപ്ലിക്കേഷൻ എടുത്തിട്ട് അവിടെ സ്കാനറുണ്ട്. ആ സ്കാൻ വെച്ചിട്ട് ഈ QR കോഡ് ആപ്ലിക്കേഷന് ഇവിടുത്തെ QR കോഡിനെ നമ്മൾ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതുകൊണ്ടോ വണ്ടി എടുത്തു. ഇതുകൊണ്ടോ ചാർജിങ്ങിൻ്റെ ഇത് വന്നു കഴിഞ്ഞു, പച്ച തെളിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചാർജിങ് കൊടുത്താൽ മതി. ഒന്നെങ്കിൽ ഈ മെഷീനെ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ കൊടുത്താൽ മതി. അപ്പോൾ മൊബൈലിൽ തന്നെ നമ്മൾ കൊടുക്കുകയാണ്, സ്റ്റാർട്ട് ചാർജിങ് കൊടുക്കുക. അപ്പോഴത്തേക്ക് ഇതാണ്ട് കറങ്ങാൻ തുടങ്ങി. അപ്പോൾ എത്ര ശതമാനം നമ്മുടെ വണ്ടിയിലുണ്ടെന്നുള്ളത് അവിടെ കാണിച്ചു. 68-70% കണ്ട് നമ്മുടെ വണ്ടിയിലുണ്ട്, അത് കാണിച്ചു. 0% ചാർജിങ് തുടങ്ങി. നമ്മുടെ വണ്ടിയുടെ പെർസെൻറ്റേജ് അവിടെ കാണിച്ച് ഇത് കണ്ട് ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പ്രോഗ്രസ്സായി ചാർജിങ് തുടങ്ങി. ഇതുണ്ട് 76% ഓൾറെഡി നമ്മുടെ വണ്ടിയിലുണ്ട്. ഇതിപ്പോൾ നമുക്കൊരു ഇങ്ങനെ ഈ സ്കാനിങ്ങും ഒക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് IR കാർഡ് എന്ന് പറഞ്ഞ് ഒരു കാർഡുണ്ട്. അതിൻ്റെയാണ് ഇപ്പോൾ ഞാൻ തൊട്ട് കാണിച്ചത്. അവിടെ ആ കാർഡ് ചുമ്മാ കാണിച്ചാൽ
ചാർജിങ് തുടങ്ങും. ഇപ്പോൾ പ്രായമുള്ളവർക്കൊക്കെ ഈ ആപ്ലിക്കേഷനൊക്കെ എടുത്തൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ കാണിച്ചു കഴിഞ്ഞാൽ അത് അന്നേരം ചാർജിങ് തുടങ്ങിക്കോളും. അത് ഈ വണ്ടി എടുത്തവർക്കൊക്കെ അറിയാം. അപ്പം ഈ ഇലക്ട്രിക് വണ്ടി തലവേദനയോ അങ്ങനെയാണെന്നൊക്കെ പലരും ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള തലവേദനകളൊന്നും ഇല്ലാതുകൊണ്ടോ ചാർജിങ് തുടങ്ങി. ഇപ്പം നമ്മളിനി 76% കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ പോവുകയാണ്. നമുക്കൊരു ചായ കുടിച്ച് നമുക്കൊരു അടിപൊളിയായിട്ടൊന്ന് റിലാക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടി ഫുൾ ചാർജ് ആവും. ഇതാണ് ചാർജിങ്ങിൻ്റെ കാണിക്കുന്നത്. ഇതിപ്പോൾ അവിടെ തൊട്ട് കുട്ടിക്കാനം വരെ നമുക്ക് ഭയങ്കര കയറ്റമായിരുന്നതുകൊണ്ട് ഒരു ഇച്ചിരി ചാർജ് നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് ആ പ്രശ്നമില്ലാതെ തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും അത് തിരിച്ച് ആ ചാർജ് വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ ചാർജിങ് ഒക്കെ ചെയ്തിട്ടിട്ട് നമ്മൾ ഓപ്പൺ കിച്ചണിൽ കയറി ഒരു കോഫി കുടിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ആദ്യം മേടിക്കുന്ന ഹീറോ ഹോണ്ട SS. റോയൽ എൻഫീൽഡും ഉണ്ട്. യമഹായും ഉണ്ട്. ഞാൻ യമഹായും കണ്ടിട്ട് കണ്ട. കുഞ്ഞേക്കർ കണ്ടിട്ടത് നമ്പറുണ്ടല്ലോ. അത് പുതിയ വണ്ടി പുള്ളി മേടിച്ച. അതിന് 3.5 ലക്ഷം രൂപ. ഇതാണ്ട് ഫുൾ ചാർജായി. ടോട്ടൽ എനർജി 10.15 212 രൂപ. 212 രൂപയ്ക്ക് ഫുൾ ചാർജ് ആയിട്ടുണ്ട്. അവിടെ പച്ച കത്തി അവിടെ കാണിയിൽ ഞാൻ വണ്ടി ഊരാൻ പോവാം. നമ്മുടെ വണ്ടി അങ്ങനെ ചുമ്മാ ഊരത്തില്ല. നമ്മുടെ വണ്ടി ഊരണമെങ്കിൽ ഇവിടെ റിഡ്യൂസ് ചെയ്യണം. അവിടെ കാണിക്കുന്നില്ല. ചാർജിങ് ഫിനിഷ്. അപ്പോൾ നമ്മുടെ വണ്ടി ഫുൾ ചാർജ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചാർജിങ് കഴിഞ്ഞ് ഇനി നമ്മൾ പോവുകയാണ്. 300 കിലോമീറ്ററോളം നമ്മുടെ വണ്ടി ചാർജ് ഓടുമെന്ന് കാണിക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് കുട്ടിക്കാനത്തുള്ള ഓപ്പൺ റെസ്റ്റോറൻറ്റ്. അവർ വലിയ കുഴപ്പമില്ലായിരുന്നു, നല്ല കാപ്പിയായിരുന്നു. കാപ്പിയെല്ലാം കുടിച്ച് നമ്മൾ മുമ്പോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വലിയ വ്യൂ പോയിൻ്റ് നമ്മൾ കണ്ടു. ഇത് വാഗമണ്ണിന് പോകുന്ന വഴിയാണ്. അതായത് നമ്മുടെ KK റോഡിൽ നിന്നും, KK റോഡല്ല, കട്ടപ്പനയ്ക്ക് ഉള്ള റോഡിൽ നിന്നും വാഗമണ്ണിന് പോകുന്ന ഒരു വഴിയാണിത്. അത് പുതിയതായിട്ട് പണിതെടുത്ത വഴിയാണ്. ഒരു ഭയങ്കര വ്യൂ പോയിൻ്റായിട്ട് നമുക്ക് തോന്നി. നല്ല രസമുണ്ട് കാണാൻ. വഴി വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്നു. അതുപോലെ നല്ല തേയിലത്തോട്ടങ്ങൾ കാര്യങ്ങളൊക്കെ അത് നമുക്ക് ആ റോഡിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും. ആ കാഴ്ചകളെല്ലാം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നിങ്ങളൊന്ന് ആസ്വദിച്ചു. जाते हैं आपके दो रुखसारों पर, और कितने रंग आते जाते हैं आपके दो रुखसारों पर। एक हया का रंग गुलाबी, धूप चढ़ी कोसारों
बात है मेरे ख्वाब की आधी रात को हाँ जरा जरा सा हल्का जरा जरा झलका आसमां पे रात को ख्वाब है या पूरा चांद था आधी रात को हाँ जरा जरा सा हल्का जरा जरा झलका अरे कितने रंग आते जाते हैं आपके दो रुखसारों पर हर एक कदम मासूम है हर एक कदम मेहरबान मेहरबानियां मेहरबानियां अजी मेहरबानियां बड़ी मेहरबानियां 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 अजी मेहरबानियां बड़ी मेहरबानियां किसको होश है किसको इश्क में दिल मदहोश है रे बड़े आंख कहीं रे बड़े पाँव कहीं मदहोशी में होश है आप है मेरे सामने अरे मुझको थाम लो जरा रे बड़े आंख कहीं रे बड़े पाँव कहीं अरे कितने रंग आते जाते हैं आपके दो रुखसारों पर हर एक कदम मासूम है हर एक कदम मेहरबान मेहरबानियां मेहरबानियां अजी मेहरबानियां बड़ी मेहरबानियां 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 अजी मेहरबानियां बड़ी मेहरबानियां അപ്പോൾ നമ്മൾ ആ മലനിരകൾക്കിടയിലൂടെ നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ് കയറി വരുന്നത് കണ്ടോ, നല്ല ചുവന്ന പെയിൻ്റൊക്കെ ഇട്ട് കണ്ടോ, പച്ചക്കിടക്കൂടെ ആ ചുവന്ന കളറിൽ ട്രാൻസ്പോർട്ട് ബസ് ഇങ്ങനെ വളഞ്ഞ് കയറി വരുന്നതാണ് നമ്മൾ കണ്ടോ. ആ താഴെ നങ്ങന്ന് തുടങ്ങിയ വണ്ടിയാണ്. അതിപ്പോൾ വന്ന് ഏകദേശം അധികം താമസിക്കാതെ മേളി വരും. അപ്പോൾ നിങ്ങളെ കാണിക്കാം. ഇത് കണ്ടോ, എന്നെ വ്യൂ ആണെന്ന് നോക്കിയേ, എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയേ. ഇത് കേരളം തന്നെയാണോ അതോ കോട്ടയം ജില്ലയാണോ എന്ന് നമുക്ക് സംശയിക്കുന്ന രീതിയിൽ ഏതെല്ലാം ടൈപ്പിലുള്ള ലാൻഡ്സ്കേപ്സാണ്. ഇതൊക്കെ നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇതൊന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ വേറെ ഒത്തിരി മാറ്റങ്ങളൊന്നും വരുത്തി നശിപ്പിക്കാത്ത രീതിയിൽ സംരക്ഷിച്ച് വരും തലമുറകൾക്ക് കൈമാറാനുള്ള എല്ലാവിധ ഉത്തരവാദിത്വവും കടമയും ബാധ്യതയും നമുക്ക് ഓരോ മനുഷ്യർക്കും ഉണ്ട്. അപ്പോൾ ഇതൊന്നും മലിനമാക്കാതെ, വേസ്റ്റൊന്നും പ്ലാസ്റ്റിക്കൊന്നും അവിടെ ഇട്ട് നശിപ്പിക്കാതെ നമുക്ക് ഈ പ്രകൃതിയെ സംരക്ഷിക്കാമെന്ന് ഓരോ മലയാളിയും പ്രതിജ്ഞ എടുക്കുക. ഓരോ മലയാളിക്കും വളരെ അഭിമാനമുള്ള ദൈവത്തിൻ്റെ വളരെ അതിഭയങ്കരമായ വളരെ നല്ല വിരുതിൽ തീർത്തിരിക്കുന്ന അതിമനോഹരമായ ഒരു സീനറിയാണ് നമ്മളിപ്പോൾ കണ്ടത്. നമ്മൾ ആ സീനറിയൊക്കെ കണ്ടിട്ട് വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. कितने रंग आते जाते हैं आपके दो रुखसारों पर और कितने रंग आते जाते हैं आपके दो रुखसारों पर एक हया का रंग गुलाबी धूप चढ़ी कोसारों पर कितने रंग आते जाते हैं आपके दो रुखसारों पर हर एक कदम मासूम है हर एक कदम मेहरबान मेहरबानियां मेहरबानियां अजी मेहरबानियां बड़ी मेहरबानियां 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 अजी मेहरबानियां बड़ी मेहरबानियां ഈ കാണുന്നതാണ് ചപ്പാത്ത് പാലം. ചപ്പാത്ത് എന്ന് പറയും, പാലമല്ല, ഇങ്ങനെ താന്നാണ്. ഇവിടെ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ വണ്ടി കടന്നു പോകാൻ ആദ്യം വെള്ളം കയറുന്ന സ്ഥലമാണ്. ഇടുക്കിയിൽ വെള്ളം ആദ്യം കയറുന്ന സ്ഥലമാണ് ഈ ചപ്പാത്ത് പാലം. അത് കടന്ന് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്.
ഇത് അവിടെ ഒരു വലിയ കലുങ്ക് പണിയുന്നുണ്ട്. ഈ കട്ടപ്പനയ്ക്ക് പോകുന്ന റോഡ് ഈയിടെ വളരെ അടിപൊളിയായിട്ട് നവീകരിച്ചതാണ്. അപ്പോൾ അതിൻ്റെ പണികൾ ഒരു 100% തീർന്നിട്ടില്ല. ഒരു 90% തീർന്നിട്ടുള്ളൂ. അതിൻ്റെ കലുങ്കാണ്. അത് കഴിഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകാം. നമ്മളിപ്പോൾ ആദ്യം കട്ടപ്പനയ്ക്കാണ് പോകുന്നത്. കട്ടപ്പനയിൽ നിന്ന് തിരിഞ്ഞാണ് കാൽവരി മൗണ്ടിന് പോകുന്നത്. അപ്പോൾ കട്ടപ്പനയ്ക്ക് വലിയ ചരിത്രമുള്ളൊരു ടൗണാണ്. അതിനെക്കുറിച്ച് നമുക്ക് 2 വാക്ക് സംസാരിക്കാം. നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. കട്ടപ്പന ഇടുക്കി ജില്ലയിലുള്ള ഇടുക്കി താലൂക്കിലെ ഒരു പട്ടണമാണ് കട്ടപ്പന. സമുദ്രനിരപ്പിൽ നിന്ന് 900 മീറ്റർ ഉയരത്തിലാണ് കട്ടപ്പന സ്ഥിതി ചെയ്യുന്നത്. ഹൈറേഞ്ച് മേഖലയിലെ പ്രധാന വ്യാപാര വാണിജ്യ കേന്ദ്രമായ കട്ടപ്പന തൊടുപുഴയ്ക്ക് ശേഷം ഇടുക്കി ജില്ലയിൽ നഗരസഭാ പദവി ലഭിച്ച 2ാമത്തെ പട്ടണമാണ്. 1940 വരെ കട്ടപ്പന ആദിവാസി മേഖലയായിരുന്നു. മന്നാൻ, ഊരാളി ഗോത്രങ്ങൾ അധിവസിച്ചിരുന്ന മേഖലയായിരുന്നു കട്ടപ്പന. സമതലങ്ങളിൽ നിന്ന് കുടിയേറ്റം ആരംഭിച്ചതോടെ ആദിവാസികൾ ഈ മേഖലയിൽ നിന്നും ഒഴിഞ്ഞു തുടങ്ങി എന്നും മാത്രമല്ല, നിലവിലിരുന്ന ആദിവാസി സംസ്കാരത്തെ ചവിട്ടിമെതിക്കുകയും ചെയ്തു. ഇന്ന് സ്ഥലനാമങ്ങളിലൂടെ മാത്രം പുതിയ തലമുറ ആദിവാസി സംസ്കാരത്തെക്കുറിച്ചറിയുന്നു. 1951 ആണ് വ്യാപകമായ കുടിയേറ്റം കട്ടപ്പനയിൽ നടക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ആൾക്കാർ ഇവിടെ കുടിയേറി വന്നിട്ടുണ്ട്. പ്രതികൂലമായ കാലാവസ്ഥയും മനുഷ്യജീവിതത്തിന് പറ്റാത്ത ചുറ്റുപാടുകളുമാണ് നിലനിൽക്കുന്നതെന്ന് കണ്ട് ആദ്യ കേരള സർക്കാർ കുടിയേറ്റക്കാരെ കുടിയിറക്കുവാൻ നടപടികൾ സ്വീകരിച്ചു തുടങ്ങി. ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടും കർഷകർ തങ്ങൾ വെട്ടിപ്പിടിച്ച മണ്ണ് വിട്ടുപോകുവാൻ തയ്യാറായില്ല. ശക്തമായ സമരങ്ങളും സർക്കാർ വിരുദ്ധ സമരങ്ങളും ഇതേ തുടർന്ന് നടന്നു. ദുസ്സഹമായ കാലാവസ്ഥയോടും വളരെയധികം തണുപ്പും അന്യജീവികളോടും രോഗങ്ങളോടും പൊരുതി അവർ കാർഷിക സംസ്കൃതി രചിച്ചു. കട്ടപ്പനയിലെ വലിയ ഒരു ഭാഗം ഭൂമിക്കും പട്ടയം ഇന്നും ഇല്ല. ഇത് ഔദ്യോഗിക രേഖകൾ പ്രകാരം ഏലം റിസർവാണ്. കർഷകർക്ക് പട്ടയം പതിച്ചു നൽകുന്നതിനെ ചൊല്ലി കേരള സർക്കാർ കക്ഷിയായി പല കേസുകളും ഇന്നും നിലവിലുണ്ട്. 1977 ശേഷമുള്ള കൈവശ ഭൂമികൾക്ക് പട്ടയം നൽകിയത് സാധൂകരിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി ഇവിടെയുള്ള കർഷകർ നേരിടുന്ന പതിറ്റാണ്ടുകളായുള്ള ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് അറുതി വരുത്തും. കട്ടപ്പനയ്ക്ക് 50 വർഷത്തെ സാംസ്കാരിക ചരിത്രമേ ഇന്ന് അറിയപ്പെടുന്നുള്ളൂ. കുടിയേറ്റത്തിന് മുമ്പുള്ള ചരിത്രം ലഭ്യമല്ലാത്തതുകൊണ്ട് തന്നെ പൂർവ്വ സാംസ്കാരിക ചരിത്രവും തികച്ചും അജ്ഞാതമായി തന്നെ തുടരുന്നു. എന്നാൽ കട്ടപ്പനയ്ക്ക് സമീപസ്ഥലങ്ങളായ പല സ്ഥലങ്ങളുടെയും പെരിയാർ തീരങ്ങൾ പൂർവ്വ സാംസ്കാരിക ചരിത്രം ഐതിഹ്യങ്ങളുമായും കെട്ടുകഥകളുമായും അനുഭവങ്ങളായും ഇന്നും നിലനിൽക്കുന്നുണ്ട്. ചരിത്രാതീത കാലം മുതൽ ജനപദമായി നിലനിന്നിരുന്നുവെന്ന് കരുതുന്ന പ്രദേശമാണ് അയ്യപ്പൻ കോവിലും മറ്റും. കാടിൻ്റെ മക്കൾ രചിച്ച ആദിമ സംസ്കൃതി ഇന്നും ചില തുരുത്തുകളിലെങ്കിലും പൂർണ്ണമായതെങ്കിലും അല്പമായിട്ടെങ്കിലും ശേഷിക്കുന്നുണ്ട്. ചരിത്രാതീത കാലം മുതൽ ആളുകൾ കട്ടപ്പന ഗവൺമെൻറ് കോളേജ് ഇരിക്കുന്ന സ്ഥലത്ത് താമസിച്ചിരുന്നു എന്നതിന് തെളിവ് ലഭിച്ചിട്ടുണ്ട്. ആ പ്രദേശത്തിൻ്റെ പ്രത്യേകതകളും ഈ വാദത്തെ ശരിവെക്കുന്നു. അടുത്തു തന്നെയുള്ള തോടും കുന്നുകളും അവിടെ ഒരു ജനസംസ്കൃതി ജീവിച്ചിരിക്കാൻ സാധ്യത കൂട്ടുന്നു. അവിടെ നിന്ന് ലഭിച്ച ശിലായുഗ ഉപകരണങ്ങൾ നൂറ്റാണ്ടുകളുടെ പഴക്കം ചെന്നവയാണ്. ഇന്നും കാണാവുന്ന വലിയ നന്നങ്ങാടികൾ ഇതിന് തെളിവാണ്. എഴുതി വച്ചിട്ടില്ലാത്ത ചരിത്രമാണ് കട്ടപ്പനയ്ക്കുള്ളത്. അത് കട്ടപ്പന എന്ന് പേരിട്ട് വിളിക്കാത്ത ഒരു ജനസംസ്കൃതിയാണ്. അവിടെ ജീവിച്ചിരിക്കുന്നത് ഒട്ടനവധി സംഘടനകൾ ഇന്ന് സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. കട്ടപ്പനയ്ക്കടുത്തായി പ്രകൃതി രമണീയങ്ങളായ പല വിനോദസഞ്ചാര സ്ഥലങ്ങളുമുണ്ട്. കല്യാണത്തണ്ട്, അഞ്ചുരുളി, നിർമ്മല സിറ്റി, അമ്പലപ്പാറ, മേട്ടുകുഴി, നരിയാമ്പാറ മുതലായ പ്രകൃതി രമണീയ ഗ്രാമങ്ങൾ കട്ടപ്പനയിലാണ്. കടമ്മാക്കുഴി, മേട്ടുകുഴി, വള്ളക്കടവ് മേഖലകൾ ഫാം ടൂറിസത്തിന് അനുയോജ്യമെങ്കിലും ആരും മുന്നോട്ട് വന്നിട്ടില്ല. കട്ടപ്പനയ്ക്ക് വളരെ വികസിതമായ സാംസ്കാരിക പശ്ചാത്തലം ഉണ്ട്. അതിവേഗം നാഗരികമായി കൊണ്ടിരിക്കുന്ന കേരളീയ ഗ്രാമങ്ങൾക്ക് ഒരപവാദമാണ് കട്ടപ്പന. ഹൈറേഞ്ചിലെ വിവിധ വിനോദസഞ്ചാര മേഖലകൾക്കിടയിലുള്ള ഒരു പ്രധാന ഇടത്താവളവും വിശ്രമ കേന്ദ്രവുമാണ് കട്ടപ്പന. തേക്കടി, എറണാകുളം
ഇടുക്കി വഴിയുള്ള റൂട്ടിൽ പ്രധാന പട്ടണം കട്ടപ്പനയാണ്. തേക്കടി മൂന്നാർ, വാഗമൺ എന്നീ വഴികളിലും സഞ്ചാരികൾക്ക് ഏറ്റവും സേവനം ലഭ്യമാകുന്ന ഇടം കട്ടപ്പനയാണ്. തീർത്ഥാടന കേന്ദ്രമായ നാലുമുക്ക് കട്ടപ്പനയ്ക്ക് സമീപത്താണ്. പട്ടുമല മാതാ തീർത്ഥാടന കേന്ദ്രം കുമളി കുട്ടിക്കാനം റോഡരികിലാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണി കഴിപ്പിച്ച പള്ളിക്കുന്ന് CSI പള്ളിക്കും സെമിത്തേരി ടൂറിസത്തിന് പ്രശസ്തമാണ്. അഞ്ചുരുളി ജലാശയവും തുരങ്കവും സഞ്ചാരികളുടെ ആകർഷണ കേന്ദ്രങ്ങളാണ്. കല്യാണത്തണ്ട് മലനിരകളിൽ നിന്നുള്ള കാഴ്ചകൾ കാണുന്നതിനായുള്ള സഞ്ചാരികളുടെ വരവ് ഈ പ്രദേശവും സമീപഭാവിയിൽ തന്നെ വിനോദസഞ്ചാര മേഖലയാകുമെന്നുള്ളതിന് വ്യക്തമായ ദൃഷ്ടാന്തമായി കരുതാം. കട്ടപ്പനയുടെ സമ്പദ് വ്യവസ്ഥ പ്രധാനമായും കുരുമുളക്, ഏലം, കാപ്പി, കൊക്കോ മുതലായ കൃഷിയെ ആശ്രയിച്ചിരിക്കുന്നു. 1980കളുടെ മധ്യത്തിൽ കുരുമുളക്, ഏലം വില വളരെ കൂടിയതിനാൽ കട്ടപ്പനയിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇന്ന് ഈ കട്ടപ്പന നഗരം വളരെയധികം ജനസാന്ദ്രമായ മേഖലയാണ്. 1964 കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് രൂപം കൊള്ളുന്നത്. ഇതുവരെ ഈ പ്രദേശം ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൻ്റെ അധികാര പരിധിക്കുള്ളിലായിരുന്നു. പുല്ലുമേഞ്ഞ കുടിലുകളും ഏലക്ക, കുരുമുളക് തുടങ്ങിയവ സൂക്ഷിക്കുന്ന പുരകളും മാത്രമുണ്ടായിരുന്ന പ്രദേശത്തു നിന്നും രൂപം കൊണ്ട് മലഞ്ചരക്ക് വ്യാപാരത്തിൻ്റെ തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ വാണിജ്യപരമായി വളർന്ന് 22 വാർഡുകളുള്ള നാഗരിക സ്വഭാവമുള്ള പ്രത്യേക ഗ്രേഡ് ഗ്രാമപഞ്ചായത്തായി മാറിയിരിക്കുന്നു കട്ടപ്പന. സർക്കാരിൻ്റെ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ ആസൂത്രണ ധനം കൈകാര്യം ചെയ്യുന്ന സംസ്ഥാനത്തെ എണ്ണപ്പെട്ട നഗരസഭകളിൽ ഒന്നാണ് കട്ടപ്പന. വാണിജ്യ വിളകളുടെ വിലയെ ആശ്രയിച്ചാണ് ഇന്നും കട്ടപ്പനയുടെ സാമ്പത്തിക സ്ഥിതി നിലനിൽക്കുന്നത്. അടുത്ത കാലം വരെ കൃഷിയെ മാത്രം ഉപജീവനത്തിന് ആശ്രയിച്ചവരായിരുന്നു കട്ടപ്പനയിലുള്ളവർ. എന്നാൽ ഇപ്പോൾ ജനങ്ങളും ഈ സ്ഥിതിക്ക് മാറ്റം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. വ്യാപാര സേവന മേഖലകളിലേക്കും കൂടി ഒട്ടേറെ പേർ മാറി പ്രവർത്തിക്കുന്നു. കട്ടപ്പനയിൽ നിന്ന് കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലേക്കും യാത്രാ സൗകര്യം പ്രൈവറ്റ് ബസ്സും ട്രാൻസ്പോർട്ട് ബസ്സുകളും ധാരാളമായിട്ടുണ്ട്. ഞള്ളാനി എന്ന മുന്തിയ ഇനം ഏലം കട്ടപ്പനയ്ക്ക് സ്വന്തമാണ്. കട്ടപ്പനയിൽ കുടിയേറി വന്ന ഒരു കർഷകൻ വളർത്തി വികസിപ്പിച്ചെടുത്ത ഒരു ഇനം ഏലം തൈയാണ് ഞള്ളാനി. ഇനി അല്പം രാഷ്ട്രീയം പറയാൻ താല്പര്യമില്ലെങ്കിലും കട്ടപ്പനയുടെ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ഇച്ചിരി ആവശ്യമാണല്ലോ. കട്ടപ്പന എന്ന് കുടിയേറ്റ രാഷ്ട്രീയത്തിൻ്റെ വിളഭൂമിയാണ്. കേരള കോൺഗ്രസ്സുകളുടെ പരീക്ഷണശാലയായിരുന്ന കട്ടപ്പന ഇന്ന് ഏറെക്കുറെ ആ പേര് മാറ്റി വരുന്നു. അടുത്ത കാലങ്ങളിലുണ്ടായ വലിയ കളം മാറലുകളിലൂടെ കേരള കോൺഗ്രസ് ഗ്രൂപ്പുകൾക്ക് ശക്തി ക്ഷയിച്ചു. കാലിനടിയിലെ മണ്ണ് ഒലിച്ചു മാറുന്നത് തിരിച്ചറിയാൻ കഴിയാത്ത വൻ വീഴ്ചകൾ ഉണ്ടായി. കട്ടപ്പന, കാഞ്ചിയാർ, വണ്ടൻമേട്, ചക്കുപള്ളം, ഇരട്ടയാർ, മരിയാപുരം, കാമാക്ഷി എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് കട്ടപ്പനയും പരിസര പ്രദേശവും. കട്ടപ്പനയിലേക്ക് ഏതെല്ലാം വഴികളിലൂടെ നമുക്ക് എത്തിപ്പെടാം, ആ ടൂറിസത്തിൽ ആഘോഷിക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം. കോട്ടയത്ത് നിന്ന് വരുവാണെങ്കിൽ കട്ടപ്പനയ്ക്ക് ബസ് ലഭിക്കും. കോട്ടയത്ത് നിന്നും പാല, തൊടുപുഴ, ഇടുക്കി വഴിയും പാല, ഈരാറ്റുപേട്ട, വാഗമൺ വഴിയും കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, കുട്ടിക്കാനം വഴി ഏലപ്പാറ വഴിയും കട്ടപ്പനയിൽ എത്തിച്ചേരാം. അതുപോലെ തന്നെ എറണാകുളത്ത് നിന്ന് തൊടുപുഴ വഴിയും പിന്നെ എറണാകുളത്ത് നിന്ന് കോതമംഗലം, കരിമ്മൻ, തങ്കമണി, നാലുമുക്ക്, ഇരട്ടയാർ വഴിയും ബസ് സർവീസുകൾ ഉണ്ട്. ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം നെടുമ്പാശ്ശേരി വിമാനത്താവളമാണ്. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കോട്ടയം, ആലുവ, മധുര, തേനി റെയിൽവേ സ്റ്റേഷനുകളാണ്. ഇതിലെല്ലാം നമുക്ക് കട്ടപ്പനയിൽ എത്തിച്ചേരാവുന്നതാണ്. ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ കാൽവരി മൗണ്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നതെന്ന്. അപ്പോൾ നമ്മൾ കാൽവരി മൗണ്ടിൽ പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ കട്ടപ്പനയ്ക്ക് ടൗണിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഒരു തിരിവുണ്ട്. ഇടുക്കിക്ക് പോകുന്ന വഴി
അത് കട്ടപ്പനയിൽ നിന്ന് ഇടുക്കിക്ക് പോകുന്ന വഴിയാണ്. ആ വഴി ഒറ്റ വഴിയാണ്. അപ്പോൾ നമ്മൾ കട്ടപ്പനയ്ക്ക് തിരിയാതെ ഇടുക്കിക്ക് പോകുന്ന വഴിയിലേക്ക് തിരിയുക. അവിടെ ഒരു മരമൊക്കെ നിൽപ്പുണ്ട്. ആ മരത്തിൻ്റെ സൈഡിൽ കൂടെ ഒരു അമ്പലം, ഒരു കാവൊക്കെ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞ് ഇനി നമ്മൾ കാൽവരി മൗണ്ടിന് പോവാണ്. കാൽവരി മൗണ്ടിനെ കുറിച്ച് ഒരു വാക്ക് നമുക്ക് കേൾക്കാം. എങ്ങും പച്ച മലനിരകൾ ഇങ്ങനെ നിരനിരയായി നിൽക്കുന്നു, നല്ല ഭംഗിയായി. സൂര്യന് പോലും വഴിമാറാതെ എങ്ങും മഞ്ഞുതുള്ളികൾ വന്നു നിൽക്കുന്നത് നമുക്ക് കാണാം. സൂര്യപ്രകാശത്തിൽ നനുത്ത തൂമഞ്ഞും അതിലൂടെ കടന്നു വരുന്ന സൂര്യപ്രകാശവും വളരെയധികം വശ്യതയുണർത്താൻ സാധിക്കുന്നു. കൊടും തണുപ്പേറ്റ ശിലകളിൽ ഉരച്ചു മൂടിയ സൂര്യപ്രകാശവും നമുക്കവിടെ കാണാൻ പറ്റും. സൗന്ദര്യത്തിൽ കാൽവരിയോളം എത്താൻ കേരളത്തിലെ വേറൊരു വിനോദസഞ്ചാര കേന്ദ്രത്തിനുമാകില്ല. അത്ര വളരെയധികം ഭംഗിയാണ് കാൽവരിക്ക്. നാടെങ്ങും ചുറ്റിത്തിരിഞ്ഞ് ആർത്തുല്ലസിച്ചും കളിച്ചും ചിരിച്ചും മുഴുകുന്ന പെരിയാറിൻ്റെ നിശ്ചല ഭാവമാണ് ഇവിടെ കാണാൻ കഴിയുക. ഇടുക്കിയുടെ കന്യാകുമാരി എന്നും കാൽവരിയെ അറിയപ്പെടുന്നു. കാരണം ഉദയവും അസ്തമയവും ഇവിടെ നിന്ന് ദർശിക്കാൻ കഴിയും. പകലിൽ വിരുന്നു വരുന്ന ഓരോ സഞ്ചാരിയുടെയും ആഗ്രഹമായിരുന്നു ഇവളുടെ രാത്രി സൗന്ദര്യം ഒന്ന് ആസ്വദിക്കുക എന്നത്. എക്കോ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും വനസംരക്ഷണ സമിതിയും ചേർന്ന് സഞ്ചാരികൾക്കായി ആ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു. മലയുടെ മുകളിൽ പെരിയാറിനെ നോക്കി ഒട്ടനവധി കോട്ടേജുകൾ വന്നിരിക്കുന്നു. പ്രകൃതിയാണ് ഏറ്റവും നല്ല ചിത്രകാരൻ എന്ന സത്യം തിരിച്ചറിയുന്ന ഇടമാണ് കാൽവരി മൗണ്ട്. ഇടുക്കിയുടെ കാൽവരി മൗണ്ടിന് മുകളിൽ നിന്നുള്ള കാഴ്ച ഈ സത്യം നമ്മോട് തുറന്നു പറയുന്നു. ഇടുക്കി ടൗണിൽ നിന്നും കട്ടപ്പന റൂട്ടിൽ 5 കിലോമീറ്റർ മാറിയാണ് ഈ പിക്നിക് സ്പോട്ട്. ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രമായ കുരിശുമലയിലേക്ക് കയറുന്നതും ഇവിടെ നിന്നാണ്. കാമാക്ഷി, മരിയാപുരം എന്നീ ആദിവാസി ഗ്രാമങ്ങളും ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. മൂലമറ്റം പവർ ഹൗസിൽ വൈദ്യുതി ഉൽപ്പാദനത്തിന് വേണ്ടി പെരിയാറിലെ വെള്ളം ഇവിടെയുള്ള റിസർവോയറിൽ സംഭരിക്കുന്നു. ഇടുക്കി, ചെറുതോണി, കുളമാവ് അണക്കെട്ടുകൾ തീർത്ത ഒരു ജലസംഭരണ ആണ് അവിടെ കെട്ടിക്കിടക്കുന്നത്. കാൽവരി മൗണ്ടിൽ നിന്നുള്ള കാഴ്ച ഒരു പെയിൻറ്റിങ് പോലെ സുന്ദരമായിരിക്കുന്നു. നോക്കിയാൽ ഒരു സ്വിറ്റ്സർലൻഡ് പോലെ നമുക്ക് തോന്നും. ഇടുക്കിയിലെ ദൃശ്യഭംഗി പോലെ തന്നെ നിഷ്കളങ്കമാണ് അവിടുത്തെ ഓരോ ജനങ്ങളും. കോട്ടയം ജില്ലയിലെ അയ്യപ്പൻകോവിൽ റേഞ്ചിലെ കാൽവരി മൗണ്ടിലെത്തുമ്പോൾ കാണാനാകുന്ന ഇടുക്കി ജലസംഭരണിയിലെ ദ്വീപുകളുടെ കാഴ്ചയാണ്. മൂന്നാറിൽ നീലക്കുറിഞ്ഞികൾ പൂക്കുന്നത് പോലെ കാൽവരി മൗണ്ടിലും നീലക്കുറിഞ്ഞികൾ പൂക്കാറുണ്ട്. അങ്ങനെ കട്ടപ്പനയുടെയും കാൽവരി മൗണ്ടിൻ്റെയൊക്കെ ചരിത്രം പറഞ്ഞ് നമ്മൾ കാണാൻ പോയിരിക്കുന്ന കാൽവരി മൗണ്ട് പള്ളി, സെൻറ്റ് ജോർജ് പള്ളി എന്നാണ് പറയപ്പെടുന്നത്. അവിടെ ഈ അടുത്ത നാളിലൊരു ഒരു 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 വ്യത്യസ്തമായ ഒരു ആർട്ട് പരിപാടി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സാധനമാണ് ഇപ്പോൾ ശരിക്കും നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. ഈ കാൽവരി മൗണ്ടിൽ പോകുന്ന, ഈ സീനറി കാണാൻ പോകുന്ന എല്ലാവരും, ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ, ഹിന്ദുക്കളായിക്കോട്ടെ, മുസ്ലിംസ് ആയിക്കോട്ടെ, എല്ലാവർക്കും പോയി കാണാവുന്ന ഈ പള്ളിയുടെ മുറ്റത്തുള്ള അതിമനോഹരമായ ഒരു ശിലാശില്പമുണ്ട്. ഈശോയുടെ പീഡാനുഭവവും കാര്യങ്ങളൊക്കെ പറയുകയും അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇടുക്കി ജില്ലയിലെ കാൽവരി മൗണ്ട് എന്ന ടൂറിസം ഗ്രാമത്തിൽ സഞ്ചാരികൾക്കായി മറ്റൊരു കാഴ്ചാ വിസ്മയം കൂടി തുറക്കപ്പെട്ടിരിക്കുന്നു. അത് കാണാനാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത്. വിയ ഡോളറോസ എന്ന ഗ്രോട്ടോ വിസ്മയം. ഇത് സെൻറ്റ് ജോർജ് പള്ളിയുടെ മുറ്റത്താണ് ചെയ്തിരിക്കുന്നത്. ഒരാൾ തന്നെ, ഒരു ആർട്ടിസ്റ്റ് തന്നെ ചെയ്തതാണെന്ന് പറയപ്പെടുന്നു. വളരെ ഭംഗിയായിട്ടുണ്ട്. അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ്. എന്നാണേലും പിറവിക്ക് പിന്നിൽ എന്താണ്, യേശുവിൻ്റെ പീഡാനുഭവം എന്താണ്, 3 ഡയമെൻഷനിൽ നമുക്ക് കാണിച്ചു തരുന്ന ഒരു അപൂർവ ഗ്രോട്ടോയാണിത്. ഇവിടെ വരുന്ന എല്ലാവരും ഇതൊന്ന് കാണേണ്ടതാണ്. ഇതിൻ്റെ ഉൾക്കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഈ കാണുന്നതാണ് കാൽവരി മൗണ്ട് സെൻറ്റ് ജോർജ് ചർച്ചിൻ്റെ കവാടം.
അപ്പോൾ നമ്മൾ കവാടം കടന്ന് മുംബൈക്ക് പോകാൻ നോക്കുകയാണ്. അവിടെ CMI ആശ്രമം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ മനോഹരമായ ഒരു ചർച്ചാണ്. 2 മാലാഖമാരൊക്കെ ചർച്ചിൻ്റെ 2 സൈഡിൽ നിൽക്കുന്നു. ഇതിലെല്ലാം ഭംഗിയെന്ന് പറഞ്ഞാൽ ഈ പള്ളിയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ചുറ്റുവട്ടം കംപ്ലീറ്റ് ഒരു സീനറിയാണ്. അതിമനോഹരമായ സീനറി, എന്ത് ഭംഗിയുണ്ട്. കോതമംഗലത്ത് നിന്ന് ചില സിസ്റ്റേഴ്സൊക്കെ ഇത് വിസിറ്റ് ചെയ്യാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ അവരോട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അവർക്ക് ഈ സ്ഥലം കാണാനുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ വന്നതാണ്. വളരെ ഭംഗിയായിരിക്കുന്നു. അതായത് ഇതാണ് പള്ളി. പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ മുറ്റത്താണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു ശില്പി തന്നെ ചെയ്തതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ ഈ ഗ്രോട്ടോയെക്കുറിച്ച് പറയുമ്പോൾ വളരെ പ്രശസ്തമായ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ 432 ദിവസം കൊണ്ടാണ് ഈ ഗ്രോട്ടോ പൂർണ്ണമായിട്ടും പണി തീർത്തത്. ഇതിൻ്റെ ശില്പി എന്ന് പറയുന്നത് ഉപ്പുതോട് സ്വദേശിയായ ജിനു പി കൊച്ചുവീട്ടിൽ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇത് നിർമ്മിച്ചത്. 432 ദിവസം കൊണ്ട് ഇയാളാണ് ഏക ശില്പി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിന് വേറെ സഹായികളൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാണേലും ഇദ്ദേഹം തന്നെയാണ് ഇത് നിർമ്മിച്ചതെന്ന് പറയുന്നു. 2025 ജനുവരി 30 ഇത് നാടിനായി സമർപ്പിച്ചത്. ഇവിടെ നമുക്കുള്ളൊരു കുരിശിൻ്റെ വഴി ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാൽവരി മൗണ്ടിലേക്ക് കയറുന്നത് പോലെയുള്ള ഒരു ഇതാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നല്ല സീനറിയും കാര്യങ്ങളും കാണാം. ഈശോ കുരിശിലില്ല, കുരിശിൽ നിന്നും ഇറങ്ങിയ ഈശോയാണ് നമ്മൾ കാണുന്നത്. കുരിശിൽ നിന്നും ഈശോയെ ഇറക്കി മാതാവിൻ്റെ മടിയിൽ കിടത്തിയിരിക്കുകയാണ്. അപ്പോൾ മാതാവിൻ്റെ മടിയിൽ കിടക്കുന്ന ഈശോയാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ ഈശോയെ അവിടെ കുരിശെ തറച്ചിരുന്ന രീതിയിലുള്ള കുരിശയിൽ അവിടെ ചുവരപ്പാടുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈശോയെ നമ്മൾ തറച്ച സമയത്ത് ഉണ്ടോ ആണിയും 3 അടിച്ചിരുന്ന ആ പാട്, ആ ചുവരയെല്ലാം അതിഭയങ്കരമായിട്ട് അതിഭംഗിയായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ മാതാവാണേലും വളരെ നന്നായിട്ട് ഒത്തിട്ടുണ്ട്. ഈശോയുടെയും ശില്പത്തിന് നമുക്കൊരു 100 മാർക്ക് കൊടുക്കാം. വളരെ ഭംഗിയായിട്ടുണ്ട്. എല്ലാം അതിൻ്റെ കളറിങ്ങും കാര്യങ്ങളും അതിൻ്റെ ബ്ലഡിൻ്റെ ഇതുമൊക്കെ സ്റ്റെയിനും എല്ലാം വളരെ ഭംഗിയായിട്ടുണ്ട്. ഒന്ന് കാണേണ്ട ഭംഗിയാണ്. നല്ല ശില്പിയാണ്. ആ ശില്പിക്ക് നമുക്കൊരു സല്യൂട്ട് കൊടുക്കാം, ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാം. അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടായിരുന്നു, ഇത് എൻ്റെ കഴിവുകൊണ്ടല്ല, ഈശോ ആണ് ഇതെന്നെ നയിച്ചതെന്നും ഈശോ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തെന്നും അദ്ദേഹം എളിമയോടുകൂടി പറയുന്നത് ഞാൻ കേട്ടു, വീഡിയോയിൽ ഞാൻ കേട്ടു. അപ്പം അവിടെ നിന്ന് കഴിയുമ്പോൾ പല സീനറികളാണ്. അതുകൊണ്ട് അതിൻ്റെ ടോപ്പിൽ നിന്ന് കഴിയുമ്പോൾ കാണുന്ന സീനറികളാണ്. ഇതിപ്പോൾ കോതമംഗലത്ത് നിന്ന് വന്ന സിസ്റ്റേഴ്സാണ് അവിടെയുള്ളത്. ഇത് കണ്ടോ, ഈശോയെ അടിക്കാൻ ഉദ്ദേശിച്ച ചുറ്റിക 3 മുള്ളാണി, ആണി കണ്ടോ വരച്ചു, കറക്റ്റ് ആണി. പിന്നെ മുൾക്കിരീടം തലയിൽ വെച്ച മുൾക്കിരീടം, അതവിടെ ഈശോയെ മാതാവിൻ്റെ മടിയിൽ കിടത്തിയപ്പോൾ ഈശോയുടെ തലയിൽ നിന്ന് മുൾക്കിരീടവും എടുത്ത് അടിച്ചിരുന്ന ആണിയും ഊരി അടിച്ചിരുന്ന ചുറ്റികയും അതിൻ്റെ ചുവട്ടിൽ വെച്ചിട്ടുണ്ട്. വളരെ ശരിക്കും പറഞ്ഞാൽ നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള വളരെ മനോഹരമായ ഇതാണ്. പിന്നെ നമുക്ക് പുറവശത്തൂടെ ഇറങ്ങിപ്പോകാനായിട്ട് ഒരു ഇതുണ്ട്. അത് മലയുടെ ഒരു കയറ്റത്തിൻ്റെ പെട്ടെന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് ഇതിലേ കയറി അതിലേ ഇറങ്ങിപ്പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇത് പള്ളിയുടെ മുറ്റത്താണ്. സിസ്റ്റേഴ്സ് വന്ന് അതൊക്കെ കാണുന്നു, ഞങ്ങളുമായിട്ട് സംസാരിച്ചു. അവർക്ക് ഇതൊക്കെ കണ്ടിട്ട് വളരെ സന്തോഷമായി. പുറവശത്തൂടെ നമുക്ക് ഇറങ്ങിപ്പോകാനുള്ള അത് ഇച്ചിരി ഡീപ്പ് ഒരു കുത്തനെയാണ് ഇറക്കി ചെയ്തിരിക്കുന്നത്. പിന്നെ നടകൾ തമ്മിൽ ഇച്ചിരി അകലവും എനിക്ക് തോന്നി. പ്രായമുള്ളവർക്കൊക്കെ ഇറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ട് ചിലപ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇത് ശരിക്കും നാച്ചുറലായിട്ട് ആ തടി കൊണ്ടുള്ള കുരിശുമരം അവിടെ ആണി അടിച്ച് നാട്ടിയിരിക്കുന്ന പോലെ. എന്നാണേലും ശില്പി ആൾ വളരെ കഴിവുള്ള മനുഷ്യനാണ്. എല്ലാം വളരെ നാച്ചുറലായിട്ട്, നമുക്ക് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു തോന്നലും തോന്നാത്ത രീതിയിൽ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ അതിൻ്റെ മണ്ടയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒരു സീനറിയാണ്. വളരെ ഭംഗിയായിട്ടുണ്ട്. നല്ല കാഴ്ചകളാണ്. മരങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്നു, മലകളുണ്ട്, ആൾക്കാർ താമസിക്കുന്ന വീടുകളുണ്ട്. എല്ലാം കൊണ്ടും വളരെ ഭംഗിയാണ്. ഇതാണ് പള്ളിയുടെ അകം. ഞങ്ങൾ പള്ളിയിൽ കയറിയപ്പോൾ കുർബാന നടക്കുകയായിരുന്നു. കുർബാന കാണാൻ ഞങ്ങൾ പള്ളിയിൽ കയറി. എല്ലാ പ്രവാചകന്മാരുടെയും സൈന്യന്മാരുടെയും സാക്ഷിയുടെയും മതങ്ങളുടെയും ബഹുമാനത്തും അങ്ങയുടെ സന്നിധിയിൽ നീതിമാന്മാരും വിശുദ്ധരുമായ
ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമായ ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ നാമത്തിൽ സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നമ്മളോട് ശുദ്ധമായ ഞങ്ങളുടെ വിശുദ്ധ ശരീരത്തെ തന്നെ പ്രാർത്ഥിക്കുന്നു. ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ ശാന്തിയും സമാധാനവും നടത്തുന്നു. അങ്ങ് മാത്രമാണ് നാട്ടുപിതാവായ ദൈവം. ഇത് നമുക്ക് ആ ഗ്രോട്ടോയുടെ അടിയിലുള്ള ഗുഹ പോലെയുള്ള അകത്തേക്ക് നമ്മൾ കടന്നു കഴിയുമ്പോൾ ആദ്യം കാണാൻ പറ്റുന്നത് ഈശോയെ ഗെത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയെ ചുംബനം കൊടുത്ത് യൂദാസ് ചതിക്കുന്നതാണ്. ഒറ്റിക്കൊടുക്കുക എന്ന് പറയും, ഒറ്റിക്കൊടുക്കുന്നതാണ്. പല ആൾക്കാരും മനുഷ്യരെ ഇന്ന് ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുക അവർ നമ്മളോട് വളരെ സ്നേഹപ്പെട്ട അടുത്തുള്ള ആളാണെന്ന്. പക്ഷേ ചുംബനം കൊടുത്ത് ചതിച്ച് നമ്മളെ ക്രൂശിലേറ്റുന്ന ആൾക്കാരാണ് നമുക്ക് ചുറ്റുമുള്ള പലരും. എല്ലാവരും അല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഉള്ള ഇതിനകത്ത് പല പല കാഴ്ചകളുണ്ട്. മുഴുവൻ കാഴ്ചയൊന്നും ഞങ്ങൾ പിടിച്ചിടുന്നില്ല. കാരണം നിങ്ങളിത് വന്ന് കാണേണ്ടതാണ്. കണ്ടു കഴിഞ്ഞ് ഇതിൻ്റെ ഭംഗി നിങ്ങൾ ആസ്വദിക്കേണ്ടതാണ്. അതുകൊണ്ട് ഒന്ന് ഓടിച്ച് നമ്മളൊന്ന് കാണിക്കുന്നുള്ളൂ ഉള്ളൂ. വളരെ മനോഹരമായിട്ടുണ്ട്. അസാധ്യമായ ഭംഗിയാണ്. ഈശോയുടെ പീഡാനുഭവം തൊട്ട് ഗെത്സമേൻ തോട്ടത്തിൽ നിന്ന് ഈശോയെ ചുംബനത്തിലൂടെ പിടിക്കുന്നിടം തൊട്ട് ഈശോയെ പീലാത്തോസ് കൈ കഴുകി ഉപേക്ഷിക്കുന്നത് തൊട്ട് ഈശോയുടെ മരണം തൊട്ട് ഈശോയുടെ ഉയർത്തെഴുന്നേൽപ്പ് തൊട്ട് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി വളരെ വിശദമായി ആസ്വദിച്ച് കാണേണ്ടതാണ്. ഈ വീഡിയോ കണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല. നേരിട്ട് വരണം. നേരിട്ട് വന്ന് ഓരോ വ്യക്തി ഇത് കണ്ടിരിക്കണം. ഈശോയെ സ്നേഹിക്കുന്ന, വിശ്വസിക്കുന്ന, ഈശോയുടെ അടുപ്പമുള്ള എല്ലാവരും. വാനമേഘങ്ങളിൽ ഈശോ പ്രത്യക്ഷനായിരിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഫുൾ കാര്യങ്ങൾ ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ ഭയങ്കരമായിട്ടാണ്. ശരിക്കും ഇത് ആ മനുഷ്യൻ്റെ കഴിവൊന്നുമില്ല കേട്ടോ. ഈശോ ജയിച്ചു തന്നെ. ദൈവം അനുവദിക്കാതെ, ദൈവത്തിൻ്റെ ശക്തിയില്ലാതെ, ദൈവത്തിൻ്റെ സപ്പോർട്ടില്ലാതെ ഒരിക്കലും ഇത് കണ്ടോ, 12 ശിഷ്യന്മാരും മാതാവും കൂടി ഇരിക്കുന്നതാണ് ആ കണ്ടത്. ഈ സപ്പോർട്ടില്ലാതെ ഒരു കാരണവശാലും ഇങ്ങനെ ഇത്രയും മനോഹരമായ ഒരു എന്നാ പറയുന്നത്, ഒരു വിസ്മയം തീർക്കാൻ ഒരാളെ കൊണ്ട് സാധിക്കില്ല. ഇങ്ങനെ ഗുഹകൾ പോലെ അതിലെല്ലാം ഉണ്ട് കേട്ടോ. ഞാനിപ്പം കാണിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഏതാനും ഭാഗങ്ങൾ മാത്രം നമ്മൾ സ്പീഡിലൊന്ന് കാണിക്കുന്നു മാത്രമേ ഉള്ളൂ. നിങ്ങൾ നേരിട്ട് വന്ന് അതിൻ്റെ ആ കളറും ഭംഗിയും ആ ലൈറ്റിങ്ങും അതിൻ്റെ ആ ഇതും എല്ലാം ഒന്ന് ശരിക്കും അതിൻ്റെ ഫിനിഷിങ്ങും എല്ലാം ഒന്ന് ആസ്വദിക്കേണ്ടതാണ്. കാരണം ഇത് ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ജനുവരിയിലാണല്ലോ ഇത് നമുക്ക് ഉദ്ഘാടനം ചെയ്തത്. ജനുവരി 30-നാണല്ലോ ഇത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഫെബ്രുവരി, മാർച്ച് ഒരു മാസമായതേ ഉള്ളൂ. ഫ്രഷാണ്. വളരെ പുതുമയോടുകൂടി തന്നെ നമുക്കിത് ആസ്വദിക്കാൻ പറ്റും. എത്രയും പെട്ടെന്ന് കാൽവരി മൗണ്ടിന് വരിക, ഈ ഗ്രോട്ടോ കാണുക, കാൽവരി മൗണ്ടിൻ്റെ മുകളിൽ പോയി ആ വ്യൂ പോയിൻ്റ് ഒന്ന് കാണണം. അതിപ്പോൾ അടുത്ത വീഡിയോ നമ്മുടെ ഇതിൻ്റെ ബാലൻസ് വരുന്നത് ആ വ്യൂ പോയിൻ്റാണ്. ആ വ്യൂ പോയിൻ്റ് ഒന്ന് കാണണം. മനുഷ്യനിർമ്മിതമായ സ്വിറ്റ്സർലാൻഡ്, മനുഷ്യൻ ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിലൊക്കെ ദ്വീപ് പോലെയാണല്ലോ. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഇങ്ങനെ മലനിരകൾ ഇങ്ങനെ നിൽക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ഡാമിൻ്റെ വൃശ്ചിപ്രദേശം എന്ന് പറയും. അതായത് ഡാമിൻ്റെ വെള്ളം കയറി കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഈശോ ഓരോ സ്ഥലത്ത് വീഴുന്ന രംഗങ്ങളൊക്കെയാണ്. അങ്ങനെ കയറി കിടക്കുന്ന സ്ഥലങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഈശോയെ ആശ്വസിപ്പിക്കുന്നു, ഈശോയെ കല്ലറയിൽ അടക്കുന്നു എന്ന് വേണ്ട. അതായത് കുരിശിൻ്റെ വഴിയുടെ നാൾ വഴികൾ കംപ്ലീറ്റ് ഇവിടെയുണ്ട്. ഓരോ രംഗങ്ങളും ചെയ്യാവുന്നതിൻ്റെ മാക്സിമം കള്ളനെ തൂക്കിയിരുന്ന 2 കൊച്ചു കള്ളന്മാർ തൂക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്തെല്ലാമോ ഡീറ്റെയിൽഡായിട്ട്, വളരെ ഡീറ്റെയിൽഡായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒന്നേന്ന് തുടങ്ങി പടിപടിയായിട്ട് കാണാം. ഇതിപ്പോൾ ഞങ്ങളത് മനഃപൂർവ്വം ഞങ്ങൾ വീഡിയോ കാണിക്കാത്തതാണ്. കാരണം ഇത് അങ്ങനെ വീഡിയോ കണ്ട് ആൾക്കാർ കളയേണ്ട കാര്യമല്ല. അതുകൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും അതൊന്ന് ഓടിച്ച് കാണിച്ചു. നിങ്ങൾക്ക് കാണാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ് ഇത്രയും നമ്മൾ കാണിച്ച്. ഇത്രയും പോലും കാണിക്കാൻ പാടില്ലായിരുന്നു. എന്നാലും ഒരു ഏതാനും ഭാഗങ്ങൾ കാണിച്ചു. തീർച്ചയായിട്ടും നിങ്ങൾ വരണം. ഇതിൻ്റെ ഉള്ളിൽ കയറി ഇത് ചെയ്തിരിക്കുന്ന ഈ മനോഹരമായ അത്ഭുത ശില്പം നിങ്ങൾ ദൈവത്തോട് മാത്രം സംസാരിച്ചുകൊണ്ട്, ഭിത്തിയിലുള്ള ശില്പങ്ങളിലൊന്നും സ്പർശിക്കാതെ വളരെ സന്തോഷമായിട്ട് ഇതെല്ലാം കണ്ട് ആസ്വദിക്കണം. നമ്മളിത് പുറത്തിറങ്ങി ഒരു മനോഹരമായ ഒരു മെഴുകുതിരി അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മെഴുകുതിരി എന്ന് വെച്ചാൽ LED വെച്ചുള്ള മെഴുകുതിരിയാണ്. അത് കത്തിയിട്ടുണ്ട്. ഇപ്പോൾ പകലായതുകൊണ്ട് നമുക്കത് കാണത്തില്ല. ചെറിയ നൈസായിട്ട് അത് കത്തിയിട്ടുണ്ട്. രാത്രിയിൽ അത് കാണാൻ വളരെ ഭംഗിയായിരിക്കും. വിയ ഡോളോറോസയെക്കുറിച്ച് പറയുമ്പോൾ
സഹനത്തിൻ്റെ വഴി എന്നുള്ളതാണ് അതിൽ നിന്ന് അർത്ഥമാക്കുന്നത്. അതായത് ദൈവത്തിൻ്റെ പീഡാനുഭവ സഹനത്തിൻ്റെ നാൾ വഴികൾ. അത് വളരെ ഭംഗിയായിട്ട് തന്നെ ഈ കലാകാരൻ വരച്ച് കാട്ടിയിട്ടുണ്ട്. ജിനു പി കൊച്ചു വീട്ടിൽ വരച്ച് കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇത് കണ്ട് ഓരോരുത്തരും അദ്ദേഹത്തിന് പ്രത്യേകം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അദ്ദേഹം ഒരു തപസ് പോലെ, അതായത് ഒരു തപസ് പോലെ, ദൈവനിയോഗം പോലെ ഒരു തപസ്യായി നിന്നാണ് ഇത് ചെയ്തതെന്ന് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചു. വളരെ മനോഹരമായിരിക്കുന്നു, വളരെ ഭംഗിയായിരിക്കുന്നു. എന്താണേലും ഇതിനു വേണ്ടിയിട്ട് ഇവിടം വരെ വരുന്നത് ഒരു നഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര ഭംഗിയായിട്ടുണ്ട്. ആൾക്കാർക്ക് ശരിക്കും അതിൻ്റെ ആ ഭംഗി ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ആർക്കും ഇവിടെ വരാം. ജാതി മത ഭേദമന്യേ ഏത് മനുഷ്യർക്കും ഇത് വന്ന് കാണുന്നതിന് ആർക്കും യാതൊരു പ്രശ്നവുമില്ല. അതിന് എല്ലാവരും വരണം. ഈ സെൻറ്റ് ജോർജ് ഇടവക നിങ്ങളെ കാത്തിരിക്കുന്നു, ഇവിടുത്തെ ജനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. എന്നാണ് ഞാൻ വളരെ തൃപ്തനായി. ഞാൻ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി. ഇനി ഞാൻ എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമായ കേരളത്തിലെ സ്വിറ്റ്സർലാൻഡ് ഒന്ന് കണ്ട് ആസ്വദിക്കാനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ആ മലയുടെ മണ്ടയിലേക്ക് പോവുകയാണ്. ഏത് വണ്ടിയും കയറിപ്പോകും. ഈ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ വ്യൂ പോയിൻ്റ്. ഈ വ്യൂ പോയിൻറ്റിൽ നമ്മൾ ചെല്ലാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ബസ്സിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ താഴെ നിന്ന് ജീപ്പ് എപ്പോഴും ട്രിപ്പടിക്കുന്നുണ്ട്. ട്രിപ്പടിച്ച് ഏറ്റവും മുകളിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി സ്വന്തം വണ്ടിയാണെങ്കിലും ഏത് വണ്ടിയും കയറിപ്പോവും. ഒരു ഇച്ചിരി നല്ലപോലെ കോൺക്രീറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ടാർ ചെയ്തിരിക്കുന്ന റോഡാണ്. പള്ളിമുറ്റത്തുള്ള ഓരോ ശില്പങ്ങളാണ്. ആ ശില്പങ്ങളൊക്കെ എടുത്ത് കാണിക്കുകയായിരുന്നു. അതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഈശോ ഗെത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന ശില്പമുണ്ട്. അങ്ങനെ കുറേ ശില്പങ്ങളെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വളരെ ഭംഗിയായിട്ട് എനിക്ക് തോന്നി. ഇതിനെക്കുറിച്ച് ഈ ഫലകത്തിൽ എഴുതിയിട്ടുണ്ട്. സെൻറ്റ് ജോർജ് ചർച്ച് കാൽവരിയുമുണ്ട്. പോസ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്കത് ഫുള്ളായിട്ട് വായിക്കാം. ആരാണ് അത് ഉദ്ഘാടനം ചെയ്തത്, എല്ലാ കാര്യങ്ങളും തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം അത് പിടിച്ചേക്കാം. അപ്പോൾ നിങ്ങൾക്കത് ഫുള്ളായിട്ട് വായിക്കാം. നമുക്കത് വായിച്ച് തീരുമെന്ന് തോന്നുന്നില്ല. വേണ്ട കാര്യങ്ങളൊക്കെ വായിച്ചെടുക്കുക. അപ്പോൾ ഈ കാൽവരി മൗണ്ടിലെ ഒരു മനോഹരമായ വളരെ ഭംഗിയുള്ള ഒരു വ്യൂ പോയിൻ്റായിട്ട് ഈ സെൻറ്റ് ജോർജ് പള്ളി മാറിയിരിക്കുകയാണ്. ഇത്ര മനോഹരമായ ഒരു ഗ്രോട്ടോയും അതിൻ്റെ ഇൻറ്റേർണൽ കാര്യങ്ങളും ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. അപ്പം നിങ്ങൾ ഓരോരുത്തരും അത് വന്നൊന്ന് കാണേണ്ടതാണ്. ഇതാണ് പള്ളിയുടെ ടോട്ടൽ വ്യൂ. അപ്പോൾ പള്ളിയുടെ ടോട്ടൽ വ്യൂ ഒന്നും കൂടെ കാണിച്ചുകൊണ്ട് ആ പള്ളി തന്നെ എത്ര മനോഹരം. അതിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടും ബാക്ക്ഗ്രൗണ്ട്, അതിന് ചുറ്റുമുള്ള മലകൾ, ആ മേഘങ്ങൾ എന്ന് വേണ്ട, എവറിത്തിങ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. വളരെ നന്നായിട്ടുണ്ട്. അവിടെ നിൽക്കുന്ന ഒരു വൈബാണ്. പിന്നെ ചെറിയ നല്ല തണുത്ത കാറ്റുണ്ട്, ആവിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെയില്ല. ഹൈ റേഞ്ചിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അപ്പോൾ ടൗണിൽ നിന്ന് പോകുന്ന ആൾക്കാർക്ക് നമ്മൾ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ പതുക്കെ യാത്രയാകുകയാണ്. നമ്മുടെ വ്യൂ പോയിൻറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. അതിനു മുമ്പ് ഒരു ഇച്ചിരി ആഹാരമൊക്കെ കഴിച്ചാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. അവിടെ ആകുമ്പോൾ നാടൻ ഒരു ഹോട്ടൽ ഞങ്ങൾ വന്ന വഴി കണ്ടുവച്ചിട്ടുണ്ട്. ആ നാടൻ ഹോട്ടലിലേക്ക് ഞങ്ങൾ ഇച്ചിരി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ കണ്ട മൗണ്ട് വ്യൂ ഹോട്ടലിൽ നിന്നാണ് ഞങ്ങൾ ചോറുണ്ടത്. വെറും 60 രൂപയായിരുന്നു അവിടെ ചോറിന്. അത്യാവശ്യം കറികളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഊണായിരുന്നു. നാട്ടിൻപുറത്ത് ഇത്രയും ചിലവ് കുറച്ച് നാട്ടിൻപുറം ആയതുകൊണ്ടായിരിക്കും അവർ കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാനിങ്ങനെ 60 രൂപയ്ക്ക് നിങ്ങൾക്ക് എങ്ങനെ ചോറ് കൊടുക്കാൻ പറ്റുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു, അടുത്ത ആഴ്ച തൊട്ട് 70 ആക്കാൻ പോവുകയാണ്, സാധനങ്ങൾക്കെല്ലാം ഭയങ്കരമായിട്ട് വില കൂടിയെന്ന് പറഞ്ഞു. അതിന് 70 ആണേലും വലിയ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത്രയും കറികളും എല്ലാം തരണമല്ലോ. അവിടെ ഒരാൾക്ക് വേണ്ടി പിരിവെടുക്കുന്നുണ്ട്. ഒരു പയ്യൻ ശരിക്കും ഇതാണ് ആ ഹോട്ടലേ, ഫാമിലി റെസ്റ്റോറൻറ്റ്. ഒരു ഫുഡൊന്നും കുഴപ്പമില്ല. ഇതുകൊണ്ട് ഒരാൾ
തലച്ചോറിലുള്ള പൂപ്പൽ രോഗമായിട്ട് മരിക്കാറായിട്ട് RCC കിടക്കുന്ന ഒരു പയ്യന് വേണ്ടിയിട്ട് പിരിവെടുക്കുന്നതാണ്. വഴിയെ വരുന്ന വണ്ടികൾ ഇത്ര ആൾക്കാർ നിന്ന് പിരിവെടുക്കുന്നത്. അത് നമ്മുടെ ഇവിടെയൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. എന്നാലും അതിലും വളരെയധികം കൂടുതൽ ആൾക്കാർ വന്ന് നിന്ന് പോകുന്ന മുഴുവൻ വണ്ടിക്കാരോടും പിരിവ് മേടിക്കുന്നുണ്ട്. അത് നാട്ടിൻപുറത്തിൻ്റെ ഒരു ഭംഗിയും ഒരു നന്മയും ഞാൻ അവിടെ കണ്ടു. ഒരു ചെറുപ്പക്കാരന്, അദ്ദേഹം മരിക്കാറായിട്ടിരിക്കുന്നു. എൻ്റെ പുറകെ കാണുന്ന ഫോട്ടോയിൽ കാണുന്ന പയ്യനാണ്. അതിന് 23 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു ബസ്സിൻ്റെ ഇത് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് വല്ലതും ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും. ഡമ്മിയാണ് ബസ്സിൻ്റെ. കണ്ടു കഴിഞ്ഞാൽ ഒരു ബസ് അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. ഇത് നമുക്ക് മുകളിലേക്ക് കയറാൻ പോവാണ്. മലമുകളിലേക്ക് കയറാണ്. കുത്തനെയുള്ള കയറ്റമാണ്. കുത്തനെ എന്ന് പറഞ്ഞാൽ കുത്തനെയുള്ള കയറ്റമാണ്. നമ്മുടെ വണ്ടി സ്പോർട്സ് മോഡിട്ടാണ് കയറി പോകുന്നത്. പക്ഷേ സിറ്റി മോഡിലും കയറുമെന്ന് തോന്നുന്നു. ഞാൻ സ്പോർട്സ് ഇട്ടേച്ചു, ഒരു പരീക്ഷണം വേണ്ടല്ലോ എന്ന് ഓർത്തു. കുരിശിൻ്റെ 3-ാം വഴി വന്നു. ഇവിടെ കുരിശുണ്ട്. ഇവിടെ ജീപ്പം കോട്ടല്ലേ. വാസ്കോ ഡി ഗാമ പണ്ട് കാപ്പാട് വന്നിറങ്ങിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ആണെന്ന് തോന്നുന്നു ഒരു കപ്പലും കടലും ഒക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് എന്നാന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനിയിപ്പം മേളിലേക്ക് പോകുന്ന ഒരു എന്തോ ഒരു സംഭവമാണത്. അപ്പോൾ അത് കയറി കാണാനുള്ള എന്തോ ഉണ്ട് അതിനകത്ത്. അത് കാണാൻ ഒരാൾക്ക് 50 രൂപ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും തിരിച്ചു വരുമ്പോൾ കാണാമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ വ്യൂ പോയിൻ്റാണ്. വ്യൂ പോയിൻറ്റിനെ കുറിച്ച് ഞാൻ ചോദിച്ച ആൾക്കാരൊക്കെ എന്നെ പറഞ്ഞ് ആകപ്പാടെ എരികേറ്റി വെച്ചിരിക്കുകയാണ്. ഞാൻ ചോദിച്ച ആരും ഇതുവരെ വലിയ കാര്യമായിട്ടൊന്നുമില്ല, ഒന്നും കാണാനില്ല, ഒന്നും പറയാതെ അത് അടിപൊളിയായിരിക്കുന്നു, ഉഗ്രനായിരിക്കുന്നു, ഞങ്ങളിടയ്ക്കെല്ലാം പോകുന്നതാണ്, നല്ല രസമുള്ള സ്ഥലമാണ് എന്നാണ് എല്ലാവരും ഈ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ അതിഭയങ്കരമായ ഒരു എക്സ്ട്രാഗ്രേഷൻ എനിക്ക് സൃഷ്ടിച്ച് ഇവർ തന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ പ്രതീക്ഷിച്ചാണ് നമ്മൾ പോകുന്നത്. പണ്ടൊക്കെ അറിയാലോ, ഓരോ സിനിമ കാണാൻ ചെയ്യുമ്പോഴത്തേക്കും ചിലർ പറയും ആ സിനിമ അടിപൊളിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, സംഗതിയെല്ലാം സൂപ്പറാണെന്ന് പറയും. പക്ഷേ നമ്മൾ പോയ സിനിമ കണ്ടു കഴിയുമ്പോൾ ആ സിനിമയ്ക്കകത്തൊന്നും നമ്മൾ കാണുകയില്ല. അതോടുകൂടി നമ്മൾ ആ സിനിമയെ വെറുത്തു പോകും. കാരണം നമ്മൾ വലിയ പ്രതീക്ഷയെ പോയി സിനിമ കാണുന്നു, അവസാനം സിനിമ കണ്ടു കഴിയുമ്പോൾ ഇത് അങ്ങനെയൊന്നും ആകേലെന്ന് ഞാൻ വിചാരിക്കുന്നു. അവർ പറഞ്ഞതനുസരിച്ച് ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കയറി പോകുന്നത്. ഇതാണ് ഏറ്റവും മണ്ടയിലും കണ്ടല്ലോ, കുത്തനെയുള്ള കയറ്റമാണത്. ആ കയറ്റം അങ്ങോട്ട് കയറി ചെന്ന് കഴിയുമ്പോഴാണ് നമ്മുടെ വ്യൂ പോയിൻ്റ് ഇരിക്കുന്നത്. ഒത്തിരി ആൾക്കാരൊക്കെ പല സംസ്ഥാനത്തു നിന്നും എല്ലാം വന്ന് ഒത്തിരി പേരെല്ലാം അവിടെ ഇരിപ്പുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. मेरे मगर तू की करदी कह गल बस तू
നമ്മളിപ്പോൾ നിൽക്കുന്നത് കാൽവരി മൗണ്ടിൻ്റെ മുകളിലാണ്. ഇവിടെ നിന്ന് നമ്മൾ നോക്കിയാൽ താഴോട്ട് ഒരു ജലാശയം കെട്ടിക്കിടക്കുന്നത് കാണാൻ പറ്റും. ഇത് ഇടുക്കി ഡാമിൻ്റെ ഒരു ഭാഗമാണ്. അതായത് പെരിയാർ തടഞ്ഞു നിർത്തിയാണ് ഇടുക്കി ഡാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പെരിയാറിലേക്ക് വെള്ളം കവിഞ്ഞു നിൽക്കുന്നത് ചെറുതോണി അണക്കെട്ടും കുളമാവ് അണക്കെട്ടും ഈ ജലത്തെ തടഞ്ഞു നിർത്തുന്നു. ഇവിടെ നിന്ന് വെള്ളം മൂലമറ്റം പവർ ഹൗസിലേക്ക് കൊണ്ടുപോയി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അതിനുവേണ്ടി തടഞ്ഞു നിർത്തിയേക്കുന്ന ഇടുക്കി ഡാമിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിവിടെ നിന്ന് നോക്കിയാൽ മനോഹരമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന സമയം അത്ര നല്ലതല്ല, പക്ഷേ നമുക്ക് കാഴ്ചയ്ക്ക് ഈ സമയം വളരെ നല്ലതാണ്. ഇത് കണ്ട് ഒരു ഗാർഡനൊക്കെ ഇവർ കരിപിടിപ്പിച്ചൊക്കെ വരുന്നുണ്ട്, ഗാർഡനുണ്ട്. പിന്നെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്ഥലമുണ്ട്. വണ്ടി പാർക്ക് ചെയ്യാൻ ഏകദേശം നല്ല സ്ഥലമുണ്ട്. പിന്നെ ഒരാൾക്ക് എൻട്രി ഫീസായിട്ട് ഇവർ 40 രൂപയാണ് ഈടാക്കുന്നത്. ഒരു വണ്ടിക്ക് 25 രൂപയും. അപ്പോൾ ഈ ഫണ്ടൊക്കെ സ്വീകരിച്ച് ഇവിടെയൊക്കെ നല്ല എക്കോ ടൂറിസത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കൂടുതൽ പൈസ ഒരാളോട് വാങ്ങുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഇവിടെയൊക്കെ ടൈലൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കി നടക്കാനുള്ള രീതിയൊക്കെ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഫണ്ട് ആവശ്യമാണല്ലോ. അപ്പോൾ അങ്ങനെ ഫണ്ട് സ്വരൂപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല അടിപൊളിയാക്കും. ഇപ്പം ഇങ്ങോട്ടുള്ള റോഡ് ടാർ ചെയ്ത് കയറുക തന്നെ നല്ല കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് ഇതിൻ്റെ ടോപ്പിലേക്ക് നമുക്ക് വണ്ടി കയറ്റാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നല്ല കാറ്റുണ്ട്. ഇക്കോ ടൂറിസമാണ്, പൂക്കൾ പറിക്കാൻ 500 രൂപ പിഴ ഈടാക്കും എന്നൊക്കെ പല ബോർഡുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത് നമ്മുടെ ആൾക്കാർക്ക് ഇപ്പോൾ ഇങ്ങനെയുള്ള എക്കോ ടൂറിസം എന്താണെന്നും ഇങ്ങനെയുള്ള ഇതൊന്നും വൃത്തികേടാക്കരുതെന്ന് നോക്കി ഇപ്പം നമ്മുടെ പുതിയ തലമുറയ്ക്കും ആൾക്കാർക്കും അറിയാം. ശരിക്കും നിങ്ങളത് നോക്കിക്കേ, വളരെ ഭംഗിയായിട്ടിരിക്കുന്നു. അതായത് ഈ 3 ഡാമുകളുടെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സംഭവമാണ് കാണുന്നത്. അതിൻ്റെ ഇടയ്ക്കൂടെ എല്ലാം ഓരോ മലനിരകളുണ്ട്. ഇത് ശരിക്കും ജനുവരി ഡിസംബർ മാസത്തിൽ മഞ്ഞുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ അതിമനോഹരമാണ്. ഇതിനേക്കാളും രസമാണ്. ഇതിപ്പോൾ വേറൊരു വ്യൂ ആണ്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ മാത്രം കാണുന്ന സിനിമകളിലും മറ്റും നമ്മൾ കാണുന്ന അതിമനോഹരമായ ഒരു സീനറിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മൾ അവിടെ പോയി നിന്ന് കഴിയുമ്പോൾ നമ്മൾ വേറൊരു ലോകത്ത് ചെന്നതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇത്രയും നേരം നോർമലായിട്ടൊരു സ്ഥലമാണെങ്കിൽ അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഫീല് ഒരു വലിയ ഫീല് തന്നെയാണ്. അപ്പോൾ ഒരു വലിയ ചിത്രകാരൻ ഒരു ചിത്രകാരൻ സ്വന്തം ക്യാൻവാസിൽ അതിമനോഹരമായ ഒരു ഛായാചിത്രം വരച്ചെടുത്തതുപോലെ കണ്ടോ. അവിടെ ഒരു കുന്ന്, ഇവിടെ കുന്ന്, അവിടെ കുന്ന്, ഇവിടെ കുന്ന്, ആകെ മൊത്തത്തിൽ ഇടയ്ക്കൂടെ എല്ലാം കുഞ്ഞു കുഞ്ഞു മുട്ടക്കുന്നുകൾ. ശരിക്കും അത് ഈ ക്യാമറയിലൊന്നും പകർത്താൻ പറ്റത്തില്ല, ചെറിയ മഞ്ഞുള്ളത് കൊണ്ട് അതിൻ്റെതായ ഒരു മങ്ങലുണ്ട്. പക്ഷേ നേരിട്ട് നമ്മൾ പോയി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയായ നമ്മുടെ കണ്ണിലൂടെ നേരിട്ട് കാണുമ്പോൾ ഈ ക്യാമറയിലൂടെ കാണുന്ന പോലെ ഒന്നുമില്ല, അതിലൊക്കെ 100 ഇരട്ടി ഫീലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഒരിക്കലും ഇവിടെ വരിക, ഇതിൻ്റെ ഫീൽ ആസ്വദിക്കുക. ഇവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അതിൻ്റെ താഴെകളൊക്കെ പോയിരിക്കാൻ ബെഞ്ചും അതും ഇതുമൊക്കെ ഇട്ടിട്ടുണ്ട്. കുട്ടികളൊക്കെ കൂടുതലായിട്ട് ഇവിടെ വരുന്നതായിട്ട് ഞാൻ കണ്ടു. എന്നാണേലും കുഴപ്പമില്ല, പുറത്തുനിന്നാണ് കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നത്. നമ്മൾ ഈ അടുത്ത് കിടക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതിനൊരു വില കാണുകയില്ല. പക്ഷേ ഞാനിതുവരെ വന്നിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. നല്ല ഭംഗിയുണ്ട്, നല്ല വൈബുണ്ട്. അപ്പം ഈ ഇത് കണ്ട് നമ്മൾ തിരിച്ച് പോരുകയാണ്. ഏക്കാലം കുറച്ച് നേരം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഒരു ഇച്ചിരി വെയിലുള്ള സമയമാണെങ്കിലും വെയിലടിച്ചാലും നമുക്കൊട്ടും ആവിയോ അങ്ങനെ പരവേശമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കവിടെ ഫീൽ ചെയ്യത്തില്ല. ആ ഭാഗങ്ങളിലെല്ലാം കോടമഞ്ഞ് വരുന്നതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കി. കോടമഞ്ഞ് വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ 100 ഇരട്ടി ഭംഗിയായിരിക്കും. അപ്പോൾ അങ്ങനെ കോടമഞ്ഞൊക്കെ ഉള്ള സമയങ്ങളിൽ കഴിവതും ആൾക്കാർ വരാൻ ശ്രമിക്കുക. ഇതിപ്പോൾ നമുക്കിപ്പോഴാണ് സമയം കിട്ടിയത്, അതുകൊണ്ട് നമ്മൾ വന്നെന്നുള്ളതേ ഉള്ളൂ. എന്താണേലും ഈ കണ്ടീഷനിൽ മൊത്തം കാണാൻ പറ്റുന്ന സമയത്തും അതിൻ്റേതായ മനോഹാരിത ഉണ്ട്. പിന്നെ നമ്മൾ ചെന്ന സമയം എന്ന് പറഞ്ഞാൽ നട്ടുച്ച സമയമാണ്. നമുക്ക് വൈകുന്നേരം ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ നേരത്തെ പോന്നു. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ അസ്തമനമൊക്കെ കണ്ടിട്ടേ പോരുള്ളായിരുന്നു. രാവിലത്തെ ഉദയവും അസ്തമനവും ഇവിടെ വളരെ ഭംഗിയുള്ള സമയത്താണ്. ആ സമയത്ത് മഞ്ഞും കുടമഞ്ഞും ഒക്കെ വരാറുണ്ടെന്ന് ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞു. പിന്നെ ഇത് ആസ്വദിക്കാനും ഒക്കെ ഇഷ്ടംപോലെ റിസോർട്ടുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ റിസോർട്ടിൽ നമുക്ക് റൂം എടുത്ത് ഒരു ദിവസം ഇവിടെ താമസിച്ചാൽ ഈ ഇതിൻ്റെ രാത്രിയിലുള്ള ആ ഭംഗിയും കാര്യങ്ങളുമൊക്കെ
നമുക്ക് ആസ്വദിക്കാൻ പറ്റും. എന്താണേലും വൈകുന്നേരങ്ങളിലുള്ള ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള വൈബ് വളരെ നല്ലതാണ്. നമ്മൾ പാഞ്ചാലിമേട് കണ്ടപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി കാണും. അപ്പം നിങ്ങളിത് ഈ വീഡിയോ ആസ്വദിക്കുക. അപ്പം നമ്മൾ ഇത്രയും നേരം ക്ഷമയോടുകൂടി നമ്മുടെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദി. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് കൂടി ഇടുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഇനിയിപ്പോൾ ഓരോ വീഡിയോകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അത് താല്പര്യമില്ലെങ്കിൽ നിങ്ങളൊരു ലൈക്കെങ്കിലും ഇടുക. അപ്പം ഇനിയും കൂടുതൽ നല്ല നല്ല ഇതുപോലെയുള്ള കേരളത്തിലെ മനോഹരമായ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഇടുക്കി ജില്ലയിൽ തന്നെ കണ്ടമാനം സ്ഥലങ്ങളുണ്ട്. ഞങ്ങളത് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ ഓരോ സ്ഥലങ്ങളും ഓരോ ദിവസം പോയി നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പിടിച്ചിടാം. എല്ലാവർക്കും ഇപ്പോൾ പോകാൻ പറ്റിയല്ലോ. നമുക്കാണേലും ഈ പ്രായമായി കഴിഞ്ഞാണ് ഒന്ന് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ബാക്കി നമ്മൾ കാശ്, പണി, ജോലി, തിരക്ക്, കുട്ടികൾ എന്നെല്ലാം പറഞ്ഞ് ജീവിതം പാഴാക്കിയിരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുട്ടികൾ പറയുന്നു അപ്പനും വേണ്ട, അമ്മയും വേണ്ട, ആരും വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം, ഞങ്ങൾ അബോർഡിൽ പോവുകയാണ്, ഞങ്ങൾ രാജ്യം വിടുകയാണ്. എത്ര നിർബന്ധിച്ചാലും അവരിവിടെ നിൽക്കത്തില്ല. അപ്പം നമുക്ക് നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു, നമ്മുടെ ജീവിതം കഴിഞ്ഞു. ഇനി എങ്കിലും കുറച്ചെങ്കിലും നമുക്കിങ്ങനെയുള്ള കാഴ്ചകളൊക്കെ വിദേശത്ത് പോയി കാണാൻ പറ്റിയില്ലെങ്കിലും കേരളത്തിലെങ്കിലും കാണണം. അപ്പോൾ എൻ്റെ പ്രായമുള്ള ഈ നാട്ടിലെ ചെറുപ്പക്കാരെന്ന് പറയുന്നില്ല, മധ്യവയസ്കരെന്ന് പറയുന്നില്ല, പ്രായമായവർ, എൻ്റെ പ്രായമുള്ള റിട്ടയർമെൻറ്റ് പ്രായത്തിലെത്തിയിരിക്കുന്ന എല്ലാ ആൾക്കാരും അവരുടെ ജീവിതം ഒന്ന് ആസ്വദിച്ച് തുടങ്ങുക. കാരണം ഇനി അധികം നാൾ നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ജീവിതം ആസ്വദിക്കാൻ കുട്ടികൾ പഠിച്ചതുപോലെ നമ്മളും അത്രയൊന്നും പഠിച്ചില്ലെങ്കിലും അതിൻ്റെ പകുതിയെങ്കിലും പഠിച്ച് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോവുകയും കുറച്ച് പൈസയൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന പൈസയൊക്കെ കുറച്ചെടുത്ത് സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുക. കാരണം പണം വേണം, പണം വേണ്ടെന്നല്ല, നമുക്ക് പ്രായമാകുകയാണ്, നമുക്ക് പല അസുഖങ്ങളുമൊക്കെ വരാം, നമുക്ക് പണം ആവശ്യമാണ് എന്നോർത്ത് പണമെന്ന് മാത്രം ചിന്തിച്ച് കഴിയുമ്പോൾ ഈ കൂട്ടി വെക്കുന്ന ഈ വസ്തു, അതായത് കൂട്ടി വെക്കുന്ന ഈ പണം ഒന്നെങ്കിൽ പിള്ളേരെടുത്ത് ഏതെങ്കിലും ഒരുത്തിനെടുത്ത് നശിപ്പിച്ച് കളയും. അപ്പം ആവശ്യത്തിന് വെക്കുക, ആവശ്യത്തിന് ചിലവാക്കുക, ജീവിതം ആവശ്യത്തിന് എൻജോയ് ചെയ്യുക. നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക. ഈയിടെ കേട്ട ഒരു കാര്യം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ചിലർ ജീവിതത്തെ പേടിച്ച് ആത്മഹത്യ ചെയ്യുന്നു, മറ്റു ചിലർ മരണത്തെ പേടിച്ച് ജീവിക്കുന്നു. അങ്ങനെ ആകരുത് നമ്മുടെ ജീവിതം. നമുക്ക് വേണ്ടാത്ത കെട്ടുപാടുകൾ, നമുക്ക് ബാധ്യതയാകുന്ന കാര്യങ്ങൾ, നമ്മുടെ മേൽ ചുറ്റി വരിഞ്ഞിരിക്കുന്ന എല്ലാ കെട്ടുപാടുകളും നമ്മൾ പൊട്ടിച്ചെറിഞ്ഞ് നമ്മളൊരു ഫീനിഷ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് ജീവിതം ആസ്വദിച്ച് തുടങ്ങേണ്ട പ്രായമായി. ഞാൻ പറയുന്നത് 55 വയസ്സിന് മുകളിലുള്ള റിട്ടയർമെൻ്റായ ആൾക്കാർ. മറ്റുള്ളവർ ഇച്ചിരി ജോലിയൊക്കെ ചെയ്ത് ഇച്ചിരി പണമൊക്കെ സമ്പാദിക്കാൻ കുറച്ചുകൂടെ പ്രായം കുറഞ്ഞവർ. പക്ഷേ 55 വയസ്സിന് മുകളിലായവരെല്ലാം തനിക്കെതിരെയുള്ള എല്ലാ കെട്ടുപാടുകളും ആവശ്യമില്ലാത്തതെല്ലാം ഉപേക്ഷിച്ച് ജീവിതം ആസ്വദിച്ച് തുടങ്ങേണ്ട സമയമായി. അപ്പോൾ അവിടെ കുറേ പൂക്കളും ഒക്കെ അവർ നട്ടിരിക്കുന്നതാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. നമുക്ക് വൈകിട്ടൊരു അർജൻറ്റ് പ്രോഗ്രാമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ തിരിച്ചെത്തണം, കിലോമീറ്ററുകളുണ്ട്, 100 കിലോമീറ്റർ മേളിൽ നമ്മൾ യാത്ര ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്നും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ലൈക്ക് അടിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.